കൊച്ചിയിൽ വന്ന അപ്പോൾ ഞാൻ പതുക്കെ സൗണ്ട് പറയാം. കൊച്ചിയിലേക്കുള്ള ന്യൂഇയർ. അപ്പം ഞാൻ കൊച്ചി വരെ പോയിട്ട് വരാം. കൊച്ചി വരെ പോയിട്ടുണ്ടാച്ചില്ല, കൊച്ചിയിലാണ് ഇന്ന് മിക്കപ്പോഴും. പക്ഷെ ഇപ്പോൾ ഇത്തവണത്തെ ന്യൂഇയർ കാർണിവലാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ താണ്ടെ മെമ്മൂനായിട്ടാണ് പോയത്. നല്ല സുഖം ഉറക്കമായിരുന്നു. സത്യം പറഞ്ഞാൽ മെമ്മൂനകത്ത് കയറി കഴിഞ്ഞ് സുഖം ഉറക്കമായിരുന്നു. ട്രെയിനിൻ്റെ ഹോണടി കേട്ടിട്ട് ഞാൻ തൃപ്പൂണിത്തുറ എത്തിയപ്പോഴത്തേക്ക് ഓടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എറണാകുളമാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഉറങ്ങണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് നേരം വ്യൂസ് കാണാം എന്ന് കരുതി ഞാനിങ്ങനെ ഉറക്കമൊന്ന് ഹോട്ടൊക്കെ വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ ബോട്ട് ചുറ്റി എടുത്തോട്ട്. അപ്പം ഞാൻ പിന്നെ നടന്നു വന്നു വിചാരിച്ചു. ഞങ്ങൾ താണ്ടേ ബോട്ട് ചുറ്റി എടുത്ത് വന്നു. ഇനി ഇതാണ്ട് ബോട്ട് ചട്ടി കയറാൻ പോണു. ഇതാണ് ഞാൻ പോണ്ട ബോട്ട് ചട്ടി. പക്ഷെ നമ്മളായിരിക്കും വൈപ്പിന് എന്താ ടിക്കറ്റ് എടുക്കുന്നതെന്ന്. വൈപ്പിന്റെ ടിക്കറ്റും ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള ടിക്കറ്റും അവിടുന്ന് തന്നെ ആയിരുന്നു എടുക്കേണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ എടുത്തു. അങ്ങനെ താണ്ടേ എൻ്റെ ബോട്ടിലേക്ക് കയറാനുള്ള യാത്രയാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കൊച്ചി വന്നിട്ട്. എറണാകുളത്ത് ഞാൻ പഠിക്കുമെങ്കിൽ കൊച്ചിയിലോട്ട് ബോട്ട് ചട്ടി പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ബോട്ട് ചട്ടി പോണത്. അപ്പം ആ യാത്ര എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്താ പറയുക, എനിക്കുള്ള സന്തോഷം കണ്ട് തുള്ളിച്ചാടുന്നതൊക്കെ ഉണ്ടല്ലോ ബോട്ടിൽ കയറിയപ്പോൾ. ഇതുവരെ ബോട്ട് കാണാത്ത ഒരാളെ കണക്കായിരുന്നു എൻ്റെ എക്സ്പ്രഷനൊക്കെ സത്യം പറഞ്ഞാൽ. പിന്നെ അന്വേഷണം ബോട്ടിനകത്ത് കയറി ഞാൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ നീളമുള്ള അങ്കിളുടെ തല കാണുന്നതുകൊണ്ടാണ് എനിക്ക് ആ കറങ്ങുന്ന സംഭവം എടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ പൊക്കി പിടിച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ പട്ടി ഷോ ആയിരിക്കും. നിങ്ങളിപ്പോൾ നോക്കും ഈ കൊച്ചിൻ്റെ ഇതൊരു ക്യൂട്ട്നെസ് വാരി വിതറുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡ് നിങ്ങൾ കാണേണ്ടി വരും. അങ്ങനെ ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കായലിലെ വ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ കായലിലെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം. എൻ്റെ നീണ്ട ബോട്ടിംഗ് യാത്രക്കൊടുവിൽ ഫോർട്ട് കൊച്ചി ബോട്ട് ചട്ടിയിലെത്തി. ഇനിയിപ്പം അല്ലറ ചില്ലറ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഇപ്പൊ ഗൈസ് കൊച്ചിയിൽ വന്ന് അപ്പം ഇനിയിപ്പോൾ കഴിക്കണം, ഫുഡ് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂം കണ്ടു. റൂമിലിട്ട് അത് കഴിഞ്ഞേ പോയിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെ കുറെ അലഞ്ഞു തിരികെതാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കയറി. പക്ഷെ ഉള്ളത് പറയില്ല, രാവിലെ ബിരിയാണി കഴിക്കുന്ന ഒരു അവസ്ഥ. അതും ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വിധത്തിൽ എനിക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിച്ചു എന്ന് പറയാം. പിന്നെ അതിനുശേഷം താണ്ട് ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടല്, അവ ഹോട്ടൽസ്. സൂപ്പർ അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യമായിട്ടും ഗൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഇങ്ങനെ കയറുന്ന ഭാഗവും സ്റ്റെപ്പിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു നമ്മളൊരു പഴയ ഫീൽ ടച്ചൊക്കെ എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് ആയിരുന്നു കൊടുത്തു. ബാക്കി അഡ്വാൻസ് പൈസ കൊടുക്കണമായിരുന്നു. അതൊക്കെ അഡ്വാൻസിന്റെ ബാലൻസ് കൊടുക്കണമായിരുന്നു. അതൊക്കെ കൊടുത്തു. എൻ്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. എനിക്ക് ഈ സ്റ്റെപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മതി പഴയ ടച്ച് തോന്നുമല്ലോ, ആ ഒരു ഫീൽ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പിന്നെ റൂം നമ്പർ നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ, B14 ആണ്. അപ്പോൾ B14 തപ്പി പിടിച്ചുള്ള എൻ്റെ യാത്രയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഹോട്ടലൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള വ്യൂസ് ഒക്കെ എനിക്ക് കുറച്ച് കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ആളാണ് ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ. അങ്ങനെ പിന്നെ അതിനേശം തന്നെ കഥയൊക്കെ തുറന്നു അകത്തേക്ക് കയറുന്ന സീനാണ് കഴിച്ചത്. ഇവിടെ TV ഉണ്ട്. Okay, bye.